അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് നമ്മളെല്ലാവരും കേട്ടു. മതപഠനശാലയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവിടുത്തെ ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ക്രൂരമായ മർദ്ദനത്തിനിരയായി. അങ്ങനെ ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ മറ്റൊരു പള്ളിയിൽ പോയി അവിടുത്തെ നാട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് മീഡിയക്കാരൊക്കെ ഈ വാർത്ത അറിയുന്നത്. അപ്പോൾ വളരെ ക്രൂരമായ രീതിയിൽ തന്നെ ആ ഉസ്താദ് കുട്ടിയെ അക്രമം നടത്തിയിട്ടുണ്ട്. ചൂടാക്കിയ ഇസ്തിരിപ്പെട്ടി ശരീരത്തിൽ വെച്ചു, മുളക് പൊടി തേക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിട്ട് 4 മാസം ആ വിദ്യാർത്ഥി അവിടെ പഠനം തുടങ്ങിയിട്ടുണ്ട്. 4 മാസം ആയിട്ട് ആ കുട്ടിയോടെ പഠിക്കണം. ഈ 4 മാസം തുടക്കം മുതൽ തന്നെ ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള പല അക്രമങ്ങളും കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് അവിടെ നിൽക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ ദർസുകളിൽ നിന്ന് ഇതുപോലെ തന്നെ മതപഠനശാലകളായ കോളേജുകളിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പീഡനങ്ങളൊക്കെ ഉണ്ടായാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും പഠിക്കുന്ന വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, നിങ്ങളൊന്നുകിൽ നിങ്ങളുടെ രക്ഷിതാക്കളെ ഉടനെ തന്നെ ആ വിവരം അറിയിക്കണം, ഇല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റികളെ അറിയിക്കണം. അവരാണ് ഈ ഉസ്താദിനെ വെക്കുന്നതും നിങ്ങളുടെ ശമ്പളവും നിങ്ങളുടെ ഭക്ഷണം, ഉസ്താദിൻ്റെ ശമ്പളം മുതൽക്ക് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് മഹല്ല് കമ്മിറ്റികളാണ്. അവരോട് ഈ വിഷയം പറയണം. നാട്ടുകാരെല്ലാവരും ചേർന്ന് നിയമിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മിറ്റിയാണത്. അവരോട്, സെക്രട്ടറിയോടോ പ്രസിഡൻറ്റിനോടോ ആരോടെങ്കിലും ഈ വിഷയം തുറന്ന് പറയണം. തീർച്ചയായിട്ടും അവരതിന് വേണ്ട നടപടികളെടുക്കും. അത് ഒന്നുകിൽ നമ്മൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇനി ഇതിന് നമുക്ക് സാധിക്കില്ല എങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് ഈ കുട്ടികൾക്കൊന്നും ചെയ്യാനില്ല, അവിടെ നിന്ന് പോരുക എന്നുള്ളത് തന്നെയാണ്. അവിടെ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ എടുക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് പോരുക. കാരണം എന്താ, ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് മതപഠനശാലകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം. ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് താല്പര്യമില്ല, അവിടെ നിന്ന് പല പ്രയാസങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോരുക. എന്നിട്ട് എവിടെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ പോയി ചേരുക. ഇനി അവിടെ നിന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും പോരുക. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ കരുതേണ്ടതില്ല. ഈ വിഷയത്തിൽ അഥവാ ഒരു സ്ഥാപനത്ത് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് പോന്നാൽ ഉസ്താദിൻ്റെ കുരുത്തക്കേട് തട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നാണ് തോന്നുന്നത്. ചില സീനിയർ ആയിട്ടുള്ള ആ പള്ളിയിൽ തന്നെ പഠിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചെറിയ മക്കളോട് പറയാണ്, ഇടയ്ക്ക് വെച്ച് പോകാൻ പാടില്ല, കുരുത്തക്കേട് തട്ടും ഉസ്താദിൻ്റെ എന്ന്. ഉസ്താദ് എന്ന് പറയുന്നത് തന്നെ ഇടയ്ക്ക് വെച്ച് പോകുന്ന കുട്ടികൾക്കൊക്കെ കുരുത്തക്കേട് ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന ഒരാളാണ്. ഈ കുരുത്തക്കേട് നമ്മൾ റേഷൻ കടയിൽ പോയിട്ട് മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങുന്നത് പോലെ എടുത്ത് കൊടുക്കുന്നത് പോലെ ഉസ്താദ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് പോകുന്ന കുട്ടികൾക്കൊക്കെ കുരുത്തക്കേട് കൊടുക്കാൻ നിൽക്കുകയാണ് എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ. വെറും ഒരു പച്ചക്കളവാണ് പറയുന്നത്. അങ്ങനെ ഒന്നുമില്ല. യഥാർത്ഥ ഒരു ഉസ്താദ് എന്ന് പറയുന്നത് കുരുത്തം കൊടുക്കാനാണ്. തൻ്റെ അടുത്ത് വന്ന് പഠിച്ച വിദ്യാർത്ഥി എത്ര മോശപ്പെട്ട, എത്ര ചീത്ത സ്വഭാവമുള്ള കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി നന്നാകാനാണ് ആ ഉസ്താദ് ശ്രമിക്കുക. ആ ഉസ്താദ് ദുആ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ്, ആ കുട്ടി നന്നായി കിട്ടാനാണ്. അല്ലാതെ ഉസ്താദ് ഒരിക്കലും, യഥാർത്ഥ ഉസ്താദുമാർ, നല്ലൊരു ഉസ്താദാണ്, ഒരിക്കലും കുരുത്തക്കേട് കൊടുക്കൂല. എങ്ങനെങ്കിലും ആ കുട്ടി നന്നായി തീരട്ടെ എന്നാണ് ചിന്തിക്കുക. അപ്പോൾ കുരുത്തം കൊടുക്കാനാണ് ഉസ്താദുമാർ നിൽക്കുന്നത്, കുരുത്തക്കേട് കൊടുക്കാനല്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ പോരണമെന്നുണ്ട് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ ആ ഉസ്താദിൻ്റെ സമ്മതം വാങ്ങിയിട്ട് പോരാം. ഞാനിങ്ങനെ ഇവിടെ പഠിക്കാൻ ഇവിടെ നിന്ന് പഠിക്കുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്, സമ്മതം കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് പോരാം. കാരണം ഉസ്താദുമാർക്ക് ഇപ്പോൾ ഈ ദർസുകളിലൊക്കെ എത്ര കുട്ടികൾ കുറഞ്ഞു കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം കുട്ടികളൊന്നും ഉസ്താദുമാർ പറഞ്ഞയക്കൂല. കാരണം അങ്ങനെ കുട്ടികൾ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉസ്താദുമാരെ ജോലി പോകും. ആ ബേജാറിൽ കുട്ടികളെ പറഞ്ഞയക്കൂല. അപ്പോൾ ഓരോ രക്ഷിതാവും ഇതുപോലെയുള്ള മതപഠനശാലകളിൽ, ദർസുകളിലാകട്ടെ കോളേജുകളിലാകട്ടെ ഒരു കുട്ടിയെ, തൻ്റെ മകനെ ഉസ്താദിനെ കൊടുത്ത് ഏൽപ്പിക്കുന്നത് വലിയ പ്രതീക്ഷയിലാണ്.
ആ കുട്ടിക്ക് വേണ്ട അറിവും അവിടുന്ന് കിട്ടും, ആ കുട്ടി നന്നാകും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഓരോ കുട്ടിയെയും രക്ഷിതാക്കൾ അവിടെ കൊണ്ട് ചേർക്കുന്നത്. അല്ലാതെ ഇത് നാട് കടത്ത്, നമ്മൾ പൂച്ചനെ കയൽ കടത്തുന്നത് പോലെ കുട്ടി വീട്ടിൽ നിന്നാണ്ട് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ ഇതുപോലെ ദർസുകളിലുമൊക്കെ പോയിരുന്നത് വീട്ടിൽ നിന്ന് അത്രയും ചിലവ് ചുരുങ്ങി കിട്ടും എന്ന് കരുതിയിട്ടാണ്. ഇപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഒരു വീട്ടിലും ഇല്ല, അൽഹംദുലില്ലാ. അപ്പോൾ ഓരോ രക്ഷിതാക്കളും തൻ്റെ മക്കളെ ഓരോ അധ്യാപകൻ്റെ മുദരിസന്മാരുടെ കയ്യിൽ കൊടുത്തേൽപ്പിക്കുന്നത് വലിയ പ്രതീക്ഷയിലാണ്. വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ അധ്യാപകർക്കൊക്കെ. അങ്ങനെ രക്ഷിതാക്കൾ ഈ കുട്ടികൾ ഈ അധ്യാപകന്മാരുടെ ഈ ഉസ്താദുമാരുടെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചിട്ട് ഈ ആദ്യ പരിപാടികളാണ് ഉസ്താദുമാർ ചെയ്യുന്നത്. വെറുതെ ആക്രമിക്കുക എന്നാണ് കുട്ടികൾ. വെറുതെ എന്തൊക്കെയോ ഉപദ്രവം ചെയ്യുന്നു. ഇസ്ത്രീപ്പെട്ട് ചൂടാക്കി വെക്കുക. എന്ത് കാര്യത്തിനാണ്? മുളക് പൊടി തേക്കുന്നു. പണ്ടൊക്കെ അടി കിട്ടാറുണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നല്ല. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് നിങ്ങൾക്ക് രക്ഷിതാക്കളെ വിവരം അറിയിക്കാം, ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മഹല്ല് കമ്മിറ്റിയെ അറിയിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പോയി കേസ് കൊടുക്കണം. രക്ഷിതാക്കൾ മുഖാന്തരം കേസിന് പോകുക തന്നെ വേണം. ഇത്തരം ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽപ്പിക്കുന്ന ഉസ്താദുമാരുണ്ടെങ്കിൽ ആരെയും ഭയക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള ഉസ്താദുമാരുടെ കുരുത്തക്കേടോ ഇത് കുരുത്തക്കേട് അങ്ങോട്ട് കിട്ടാണ് വേണ്ടത്, ഉസ്താദിനാണ്ട് കിട്ടാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്, എല്ലാ മേഖലയിലും ക്രിമിനൽ മൈൻഡുള്ള ആളുകളുണ്ട്, എല്ലാ മേഖലയിലുണ്ട്. അതുപോലെ തന്നെ ഉസ്താദുമാരുടെ മേഖലയിലും ഉണ്ട്. എല്ലാ ഉസ്താദുമാരും 100% നല്ലവരാണ് എന്നൊരു വാദം എനിക്കില്ല, ആർക്കുമില്ല. ഇതിലും ക്രിമിനൽ മൈൻഡുകളുണ്ട്. എല്ലാറ്റിലും ഉള്ളതുപോലെ ഇതിലുമുണ്ട്. കാരണം എല്ലാവരും ഉസ്താദുമാരൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്രിമിനലുകളായ ഉസ്താദുമാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ഉസ്താദുമാർക്ക് തക്കതായ ശിക്ഷ കിട്ടുക തന്നെ വേണം. അന്വേഷിക്കണം, നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അന്വേഷണം നടത്തിയിട്ട് സത്യമാണ് ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മുടെ ഗവൺമെൻറ് ഇത്തരം കേസുകൾക്ക് വേണ്ടി മാത്രം ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെന്തിനാ? അതൊക്കെ ഇങ്ങനെയുള്ള കേസുകൾ തീരുമാനിക്കാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോയി വിവരം അറിയിച്ച് കേസ് കൊടുക്കുക തന്നെ വേണം. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അധ്യാപകൻ വീണ്ടും ഈ പണി മറ്റുള്ള കുട്ടികളോടും തുടർന്നുകൊണ്ടേയിരിക്കും. കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു അധ്യാപകനാണെന്ന് പറയുമ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ ഇതുപോലെ കൊണ്ടുപോയി കൊടുക്കും. ഇപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ തന്നെ ഈ ഒരൊറ്റ കുട്ടിയുടെ കാര്യമാണ് അറിഞ്ഞത്. മറ്റു കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അന്വേഷിച്ചാൽ ചിലപ്പോൾ അതും കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ശരിക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. തക്കതായ ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ വേണം. അതിനു വേണ്ടി രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ തയ്യാറാകണം. ഇപ്പോൾ ഓരോ മഹല്ല് കമ്മിറ്റി നടക്കുന്ന ദർസുകളിലൊക്കെ വലിയ ഉത്തരവാദിത്തമുണ്ട് മഹല്ല് കമ്മിറ്റികൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഈ രൂപത്തിലൊക്കെ ഇതിന് വേണ്ടത് ചെയ്യാം. ഏറ്റവും നല്ലത് അവിടുന്ന് പോരലാണ്. എന്നിട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ള മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ പോയി തുടർന്ന് പഠിക്കാം. അങ്ങനെ നിങ്ങൾ പോരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കൂല. ഇനിയിപ്പോൾ ഇത്തരം പണികൾ ചെയ്യുന്ന ഉസ്താദിന് കേസ് കൊടുത്തത് കൊണ്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ചോദിക്കും, അവർക്കില്ലേ ഭാര്യ മക്കളൊക്കെ എന്ന്. ഈ കുട്ടിയും ഒരു മനുഷ്യൻ തന്നെ അല്ലേ? ഈ കുട്ടിയും ഒരു രക്ഷിതാവിൻ്റെ മകൻ തന്നെയാണല്ലോ. അതും തിരിച്ചൊരു ചോദ്യം നമുക്ക് ചോദിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒന്നുകിൽ നമുക്ക് രക്ഷിതാക്കളെ അറിയിക്കാം, വിദ്യാർത്ഥികളോടാണ് പറയുന്നത്, മഹല്ല് കമ്മിറ്റിയെ അറിയിക്കാം, പോലീസിന് കേസ് കൊടുക്കാം. അതിൽ നിന്നും നിങ്ങൾ യാതൊരു തലത്തിലും മറ്റൊരു പ്രയാസവും അതിൽ അനുഭവിക്കേണ്ട കാര്യമില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തീർക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.